പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെൻ്റെ ലീഗട, ആ ശക്തിയാണിന്നെൻ്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് മറ്റു സ്റ്റേറ്റിലുള്ള സഹോദരങ്ങളുമായി വളരെയധികം ഹൃദയബന്ധമുള്ള വ്യക്തി കൂടി എന്ന നിലയിൽ എന്നും ഞങ്ങൾ കാഷ്വൽ ടോക്കിലൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു അഭിമാന കിരീടമുണ്ട്. നിങ്ങൾ കേരള മണ്ണ്, കേരള നാട്, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നുള്ള വ്യത്യാസമില്ലാത്ത ഇത്രയും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്നു ഗൾഫ് നാടുകളിൽ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ഞങ്ങളുടെ കാഷ്വൽ ടോക്കിലൊക്കെ വരുമ്പോൾ അവിടെ വരുന്ന ഒരു തറവാടിന്റെ പേരുണ്ട്. നമ്മുടെ പ്രിയ ഒരുപാട് ആഗ്രഹിച്ച ഒരു എളിയ MSF കാരനായി, യൂത്ത് ലീഗുകാരനായി ഒരുപാട് സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ട്. ആ അവസരത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ലീഗ് ഹൗസ് കോളിയെടുക്കും. ഞങ്ങളുടെ ഈ പേരിൽ തന്നെ ലീഗ് ഹൗസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ലീഗ് ഹൗസ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണെന്നുള്ള വലിയൊരു 2 നിലയും 3 നിലയും. പക്ഷേ ഞങ്ങളുടെ ഈ പ്രദേശത്തിന് ഇത് വലിയൊരു രാജകൊട്ടാരം തന്നെയാണ്. ഈ കാണുന്ന ചെറിയ 600 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ലീഗ് ഹൗസ്. അതുകൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലീഗ് ഹൗസ് എന്ന ഈ ചെറിയൊരു ഓഫീസിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളായ പ്രിയ സഖാക്കൾ ക്ഷമിക്കണം എന്ന ആമുഖത്തോടെ ഞാൻ നീട്ടി പറഞ്ഞുകൊണ്ട് തങ്ങളെ യാത്ര മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ പരിപാടിയുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തങ്ങളുടെ കൂടി അനുവാദത്തോടു കൂടി നിർവഹിച്ചുകൊണ്ട് നിർത്തുന്ന അവസരമാണ്. ലീഗ് ഹൗസ് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇവിടെ വളരെ മനോഹരമായിട്ട് നടന്നു. നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ ലീഗ് ഓഫീസ് ഇത്രയും മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച നമ്മുടെ സഹോദരന്മാർ, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പ്രദേശത്ത് ലീഗ് ഓഫീസ് വരുമ്പോൾ അത് ആ പ്രദേശത്തിൻ്റെ ആ നാടിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ അണിയിച്ചൊരുക്കി അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്ന അത് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് കൊണ്ടും നമ്മൾ കുറേ കാലങ്ങളോളം ചിലപ്പം ഇതിന് ഇപ്പോഴും വലിയ ഒരു നന്മയോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത്. മറ്റുള്ള പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ നന്മയും അതുപോലെ തന്നെ നല്ല ചിന്തയും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോവാൻ സാധിക്കുന്ന ഏക പ്രസ്ഥാനം അത് മുസ്ലിം ലീഗാണ്. നമുക്കറിയാം രാഷ്ട്രീയമായിട്ടൊക്കെ നമുക്ക് ഉയരുവാനും പ്രവർത്തിക്കാനൊക്കെ ോളം നമ്മുടെ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ നന്മയുള്ള ആത്മീയമായിട്ട് ഒക്കെയുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകളാണ് തരുവാനും അതുപോലെ തന്നെ ആ ഓഫീസിൻ്റെ എല്ലാ ഇത് ചെയ്യുവാനൊക്കെ ആളുകൾ വരുന്നത്. അപ്പം ജനങ്ങളുടെ ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്ന, ഹൃദയത്തിൽ അലിഞ്ഞ് നിൽക്കുന്ന ഒരു ഏറ്റവും വലിയ മഹത്വമുള്ള സംഘടനയാണ്. സൗകര്യമുള്ള ഒരു ലീഗ് ഓഫീസ് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ്. ഒരു അഭിമാനത്തിലേക്ക് ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ ഒരു ഊർജമാണ് കിട്ടുന്നത്.
സ്വന്തം ഓഫീസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു സ്വന്തം വീട് അല്ലെങ്കിൽ അത് എത്ര വില പിടിപ്പിച്ചതാണെങ്കിലും അത് ചെയ്തു കൊടുക്കാൻ അവരുടെ ആ പ്രയാസം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാരുള്ളത്. അവരുടെ ചിന്ത അങ്ങനെയാണ്. അപ്പോൾ അവരെ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് നമ്മുടെ മഹത്തുക്കളായിട്ടുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ എവിടെയും പ്രയാസവും മറ്റു ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അനേകം ബൈത്തുർ റഹ്മകൾ ചെയ്ത്, ഡയാലിസിസ് സെൻ്ററുകൾ ചെയ്ത്, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അതിലേക്ക് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തെന്നി മാറുന്നതാണ്. അപ്പോൾ ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. പല ആളുകളും വിമർശിക്കാറുണ്ട്, മുസ്ലിം ലീഗ് ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റായി മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒരു മാനുഷികമായിട്ട്, ധാർമ്മികമായിട്ടും മാനവികതയുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുമോ. അപ്പോൾ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാത്തിലുംപ്പെട്ട ആളുകളും ശരീരം എത്രയോ സഹോദരന്മാർ അവിടെ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ യുവാക്കളായിട്ടുള്ള ആളുകൾ അവിടെ ചെന്നെത്തി മാസങ്ങളോളം അവിടെ നിന്ന് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പ്രായമുള്ള ആളുകളാണെങ്കിലൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അവിടെ ആയിരക്കണക്കിന് ആളുകൾ ദാരുണ്യമായിട്ട് മരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് അവരുടെ കാലേതാണ് അല്ലെങ്കിൽ തല ഏതാണ് കൊണ്ടും അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മഹത്വമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തമോ മറ്റുള്ള പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം ചെന്നെത്തുന്നത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്കറിയാം. മലയിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തം അവിടെ നമ്മുടെ സഹോദരന്മാരും ഒക്കെ പോകുന്ന രീതിയാണ്. അപ്പോൾ നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ നിയന്ത്രിക്കുന്ന വലിയൊരു അവരുടെ കാരണവന്മാരായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അവരാണ് ഇതിനെല്ലാത്തിനെയും കൃത്യമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു അനുസരണയുള്ള ഒരു തർബീയത്തുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെയൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തോട് ഒരുമിപ്പിച്ച് കൂട്ടി ചേർത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. നമുക്കറിയാം MSF ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഒക്കെ വെച്ചാൽ വലിയ പ്രവർത്തനങ്ങളാണ്. നമ്മൾ അവസരം ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹനീഫ് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഈ ഓഫീസ് കാരണമായി ഈ കോളിയടുക്കം പ്രദേശത്ത് ജില്ലാ കലക്ടർമാർ വരണം, IAS പാസ്സാകുന്ന മക്കൾ വരണം, ഡോക്ടറേറ്റ് വാങ്ങുന്നവരും ഡോക്ടറാകുന്നവരും വരണം. അങ്ങനെ അവർക്ക് എല്ലാ നിലക്കുമുള്ള ഗൈഡൻസ്, അവർക്ക് വഴികാട്ടുന്ന ഒരു മഹത്തായ കേന്ദ്രമായി കോളിയടുക്കത്തെ ലീഗ് ഓഫീസ്, ലീഗ് ഹൗസ് മാറട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രീതി അതാണ്. നമ്മൾ ഈ രാജ്യത്ത് നടത്തുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒപ്പിട്ടവരാണ്. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് കേരളത്തിൽ അവധി നൽകുന്നതിൽ ഒപ്പിട്ട മഹാനായ CHന്റെ പിന്മുറക്കാരാണ്. നമ്മൾ ഈ രാജ്യത്ത് ഉപനിഷത്തിന്റെ, രാമായണത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി കൊടുത്ത അബ്ദുർ റബ്ബിന്റെ പാർട്ടിക്കാരാണ്. നമ്മൾ ചെയ്തത് ചെറിയ കാര്യമൊന്നല്ല. അതുകൊണ്ടാ മഹാനായ CHനെ കേരളക്കര നീട്ടി വിളിച്ചത് CHM കോയ. CHM കോയ, C for Christian, H for Hindu, M for Muslim. CHM കോയ, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ എന്ന്. അത് വെറുതെ പറഞ്ഞതല്ല, നമ്മളെല്ലാവരെയും മാനിച്ചു. മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമ്പോൾ അവശരായ ക്രിസ്ത്യാനികൾക്കും നാടാർ സമുദായക്കാർക്കുമൊക്കെ സ്കോളർഷിപ്പ് നൽകാം നമ്മൾ വഴി കണ്ടെത്തി. അതുകൊണ്ടാണ് നമ്മെ മാനിക്കാൻ ധാരാളം ആളുകൾ, പ്രിയപ്പെട്ട PKK ബാവാ സാഹിബ് ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ, ക്ഷേത്രത്തിന്റെ നാടായ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ PKK ബാവാ സാഹിബിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മോണിച്ചിഹ്നം
ആ നാട്ടിലെ സഹോദര സമുദായക്കാരൻ നേർച്ച നേർന്നതായിരുന്നു. നമ്മളിന്ന് അറിയണം, AKM അഷ്റഫും എന്നെ നെല്ലിക്കുന്നും ജയിക്കുന്ന 2 മണ്ഡലങ്ങൾ 65% ഹൈന്ദവരാണ്, 35% മുസ്ലിങ്ങളുള്ളൂ. ആ 35-ൽ തന്നെ എന്തെല്ലാം ടീമുണ്ട്. അവിടെയാണ് 10,000-കണക്കിന് ലീഡിന് പാണക്കാട്ട തങ്ങൾ കനിഞ്ഞരളിയ ഏണി ചിഹ്നത്തിൽ കോണിച്ച്. നിങ്ങൾ അറിയണം, ആരെ തോൽപ്പിച്ച? അരിവാളിനെ അല്ല, താമരയെ തോൽപ്പിച്ചാണ് അവിടെയുള്ള സഹോദര സമുദായം കോണിയിൽ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണത്? നമ്മൾ കൂടിയാൽ കോടില്ല, നമ്മൾ വിശ്വസിച്ചാൽ വഞ്ചിക്കില്ല. നമ്മളൊരു മസ്ലഹത്തിന്റെ ടീമാണ്, നമ്മളൊരു സന്ധി സംഭാഷണത്തിന്റെ ടീമാണ്, നമ്മളൊരു രഞ്ജിപ്പിന്റെ ടീമാണ്. നമ്മെ ഒരു മജ്ലിസിൽ വെക്കാം, മാതൃകയാക്കാം എന്ന് മറ്റുള്ള ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് CH-നെയും PKK ബാബാ സാഹിബിനെയും നമ്മുടെ ജനപ്രതിനിധികളെയും ഒക്കെ അങ്ങനെ കണ്ടത്. ആ കീഴ്വഴക്കം തെറ്റാൻ പാടില്ല. പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചതിത്തിട്ട് മഹാനായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. ഒപ്പിടുമ്പോ ഖായിദമില്ലത്ത് ശ്രദ്ധിച്ചു വായിച്ചു. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.